പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഫരീദ് എന്ന മുസ്ലിം യുവാവിനെ 12ഓളം വരുന്ന ഹിന്ദുത്വ ആൾക്കൂട്ടം കൊല ചെയ്തിട്ടുണ്ട്. FIRൽ ഫരീദിന്റെ സഹോദരൻ മുഹമ്മദ് സാക്കി പറയുന്നത്, റൊട്ടി ഉണ്ടാക്കിയതിനു ശേഷം മടങ്ങിപ്പോകുന്ന ഫരീദിനെ മൊഹലിയ എന്ന പ്രദേശത്ത് വെച്ച് ഹിന്ദു ആൾക്കൂട്ടം തടയുകയും മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് അടിച്ചു കൊല്ലുകയായിരുന്നു എന്നുമാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് പശുക്കടത്ത് ആരോപിച്ച് 2 പേരെ അടിച്ചു കൊന്നിട്ട് ആഴ്ചകൾ തികയുന്നില്ല. 15ഉം 20ഉം വരുന്ന ആൾക്കൂട്ടം അടിച്ചു കൊന്ന ശേഷം ശരീരങ്ങൾ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. മൂന്നാമത്തെയാൾ മാരകമായ മുറിവുകളോടെ രക്ഷപ്പെടുകയായിരുന്നു. എത്ര ഓർഗനൈസ്ഡ് ആയിട്ടാണ് നടക്കുന്നതെന്ന് നോക്കൂ. 100 കണക്കിന് മനുഷ്യരെ ഹിന്ദുത്വ ആൾക്കൂട്ടം അകാരണമായും നിർദ്ദയമായും അടിച്ചുകൊന്ന ഒരു പതിറ്റാണ്ടാണ് ഈ കടന്നുപോയത്. ഇന്ത്യയിൽ നടക്കുന്ന ഒരൊറ്റ ആൾക്കൂട്ട കൊലകളും ഒറ്റപ്പെട്ട സംഭവങ്ങളേ അല്ല, അവ നിരന്തരം സംഭവിക്കുന്നതാണ്. രാഷ്ട്രത്തിന്റെ പോലീസും നീതിന്യായ സംവിധാനങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന വിധം നിസ്സംഗത പുലർത്താറുമുണ്ട്. വരുന്ന കാലം നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. IPCയുടെ പരിഷ്കരിച്ച പതിപ്പിൽ ആൾക്കൂട്ടക്കൊലയെ പരാമർശിക്കുന്ന വ്യവസ്ഥയുണ്ടെങ്കിലും ആൾക്കൂട്ടക്കൊല സംഘടിതമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കുറ്റമായതിനാൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന പ്രത്യേക നിയമം നമുക്ക് വേണ്ടതുണ്ട്. പാർലമെന്റിന്റെ ആദ്യത്തെ സെഷനിൽ പ്രതിപക്ഷത്തിന്റെ മുഖ്യ അജണ്ടകളിൽ ഒന്നായിരിക്കണം ആൾക്കൂട്ടക്കൊലയ്ക്ക് മുകളിലുള്ള അടിയന്തര പ്രമേയങ്ങളും അതിന്മേലുള്ള ചർച്ചയും പുതിയ നിയമനിർമ്മാണത്തിലുള്ള സമ്മർദ്ദങ്ങളും. ദാദ്രി ലിഞ്ചിങ്ങും മുഹമ്മദ് അഖ്ലാഖും ആൾവാർ ലിഞ്ചിങ്ങും ടബ്രീസ് അൻസാരിയും ഇഷാഖും ലുക്മാനും അങ്ങനെ കഴിഞ്ഞ പതിറ്റാണ്ട് സംഘപരിവാർ തണലിൽ കൊന്നുകളഞ്ഞ ഒന്നും ഇനി ആവർത്തിക്കരുത്. മോദി യുഗം കൊന്നൊടുക്കിയ 800ഓളം മുസ്ലിങ്ങൾ ഉൾപ്പെട്ട ആൾക്കൂട്ടക്കൊലയുടെ ഇരകളുടെ നീതിയിലാകണം ഈ പതിറ്റാണ്ട് തുടങ്ങേണ്ടത്.